സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടും താനൂർ മണ്ഡലത്തിൽ പ്രചാരണത്തിനിറങ്ങാതെ വി അബ്ദുറഹ്മാൻ. താൽപര്യമില്ലാഞ്ഞിട്ടും നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കിയതിൽ അതൃപ്തിയെന്നാണ് സൂചന. ആരോഗ്യ കാരണങ്ങളാലാണ് പ്രചാരണം തുടങ്ങാത്തതെന്നുള്ളതാണ് CPIMന്റെ വിശദീകരണം. ഗോകുൽ വേണുഗോപാൽ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ഗോകുൽ, ഒരു സ്ഥാനത്ത് സീറ്റ് നൽകിയില്ല എന്നുള്ള കാരണം കൊണ്ട് പാർട്ടി വിട്ടുപോകുന്ന ചിലർ, പാർട്ടിയോട് വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ചിലർ, മറുഭാഗത്ത് ഇതാ സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമില്ലായിരുന്നു, നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കിയത് കൊണ്ട് പ്രചാരണത്തിൽ ഇറങ്ങില്ല എന്ന് ശഠിക്കുന്ന ചിലർ. എന്താണ് വി അബ്ദുറഹ്മാന്റെ പ്രശ്നം? 2024 പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പില് സീറ്റ് നൽകിയില്ല, മത്സരിക്കാൻ അവസരം നൽകിയില്ല, സ്ഥാനാർത്ഥിയാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് വി ഡി സതീശനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും ഒക്കെ തെറി പറഞ്ഞ് മറുകണ്ഠം ചാടിപ്പോയി അവിടെ ചെന്ന് സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ മത്സരിച്ചിട്ട് 8 നിലയിൽ പൊട്ടിയ ഒരു പിരായിരിയിലെ പ്രാന്തനെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ആ പ്രാന്തൻ്റെ, ആ പൊളിറ്റിക്കൽ പിമ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോൾ 2024 ഒരു 1.5 വർഷക്കാലത്തേക്ക് മാത്രം കാലാവധി ആവാനുള്ള ഒരു MLA ആവാനുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയില്ലെന്ന് പറഞ്ഞ് മറുകണ്ഠം ചാടി അവിടെ സ്ഥാനാർത്ഥിയായി എന്നല്ല, അവിടെ 8 നിലയിൽ പൊട്ടി. പക്ഷേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഈ പൊളിറ്റിക്കൽ പിമ്പിനെ ഒരിടത്തും അക്കമഡേറ്റ് ചെയ്യാൻ ആ പാർട്ടി പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഒരിടത്തും അക്കമഡേറ്റ് ചെയ്യാൻ ആ പാർട്ടി പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒരു ഭാഗത്ത് ആ കരച്ചിൽ, ആ രോദനം, ആ ഒരു വല്ലാത്ത കഴുത കാമം കരഞ്ഞു തീർക്കും എന്ന് പറഞ്ഞതുപോലെ ഇതിപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്. ഇവന് കാമവും കരഞ്ഞു തീർക്കാൻ പറ്റില്ലെന്നേ. കാരണം എന്താ? കാമം എങ്ങനെയാണ് ഇവൻ കരഞ്ഞു തീർക്കുന്നത്? ഭാര്യ ഉള്ളത് ദുബൈയിലാണ്, ഇവനുള്ളത് കേരളത്തിലുമാണ്, AKG സെൻറ്ററിലാണ്. കാമം തീർക്കാൻ ഒരു പണിയുമില്ല, ഒരു നിവൃത്തിയുമില്ല. പിന്നെ ഉള്ള ആകെ ഒരു ശരണം ബാത്റൂം മാത്രമാണ്. അപ്പോൾ അവൻ അവിടെ കിടന്ന് കാമം കരഞ്ഞു തീർക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു ചങ്ങാതിയുണ്ട്, തോൽവി സുനിശ്ചിതമാണെന്ന് ഈ ബീഡി മുതലാളിക്കും അറിയാം. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന ഒന്നടങ്കം പിണറായിയുടെ അടിമകളുടെ രോദനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. കൂട്ടത്തിൽ വി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന താനൂരുകാരൻ എല്ലാ അർത്ഥത്തിലും പരാജയ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മത്സരിക്കാനില്ല എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിക്കുന്നു. പാർട്ടി പറയുന്നു നീ മത്സരിച്ചാൽ മതിയാവും. കാരണം എന്താ? താനൂരിൽ മറ്റൊരാളില്ലെന്നേ. മത്സരിപ്പിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഏമാൻ 2 ദിവസമായി പ്രഖ്യാപനം കഴിഞ്ഞിട്ട്, എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ട് 2 ദിവസമായി. ഏമാൻ ഇന്ന് ഈ നിമിഷം വരെ മണ്ഡലത്തിലേക്ക് ഒന്നും ഇറങ്ങിയിട്ടില്ല. എന്താ കാര്യം? അത് മറ്റൊന്നുമില്ല, ഇതൊരു ചില പ്രസ്റ്റീജിയസ് പ്രശ്നമാണ്. 2 തവണ വിജയിച്ചു, 3ാമത് പരാജയപ്പെട്ടാൽ അത് വലിയ പ്രശ്നമാണ്. കാരണം കഴിഞ്ഞ തവണയൊക്കെ ബീഡി മുതലാളിയുടെ കയ്യിൽ പണമുണ്ടായിരുന്നു. പണം ഇപ്പോഴും ഉണ്ട് കേട്ടോ. പക്ഷേ അന്ന് പണമെറിഞ്ഞ് വാങ്ങാമെന്നുള്ള ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് പണമെറിഞ്ഞ് വാങ്ങാൻ കഴിയില്ല. എത്ര പണമെറിഞ്ഞാലും പണം അങ്ങനെ പോകുമെന്നല്ലാതെ ഈ കടലിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? അതുപോലെ അത് തന്നെയാണ് ഈ പറയുന്ന അബ്ദുറഹ്മാൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത്. അബ്ദുറഹ്മാൻ ഒരു കാര്യം അറിയാം, പണം എറിയുന്നതിന് അബ്ദുറഹ്മാൻ പ്രശ്നമില്ല. പക്ഷേ അതെറിഞ്ഞാൽ അതിനുള്ള ഫലമുണ്ടാകണം എന്നുള്ള നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തവണ എത്രയൊക്കെ കോടികൾ ഇറങ്ങിയാലും എറിഞ്ഞാലും ഫലമുണ്ടാകില്ല എന്ന് അബ്ദുറഹ്മാൻ അറിയാം. അതുകൊണ്ട് തന്നെ അബ്ദുറഹ്മാൻ ആദ്യമേ താൻ മത്സരിക്കാനില്ല എന്നുള്ള ഒരു സ്റ്റാൻഡിലേക്ക് എത്തിയത്. CPMനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിൽ CPM നിർത്തുന്നത് അത്രയും സ്വതന്ത്രരെയാണ്. ഈ ഒരു സ്വതന്ത്രം വേണ്ടടോ പേരിന് എവിടെയെങ്കിലും. മാക്സിമം മുസ്ലിം നാമധാരികളായിട്ടുള്ള, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പാർട്ടിയുടെ എന്താ പറയണത്, തെരഞ്ഞെടുപ്പ് ഈ കാൻഡിഡേറ്റുകളുടെ പ്രഖ്യാപനം വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയ ഒരു സംഭവമുണ്ട്. ആ സംഭവം എന്ന് പറയുന്നത്, നിങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് സജി ചെറിയാൻ്റെ വാക്കൊന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ സജി ചെറിയാൻ പറഞ്ഞേ? മലപ്പുറത്ത് വിജയിച്ച് കയറുന്ന ആളുകളുടെ പട്ടിക എന്ന് എടുത്ത് നോക്കിയാൽ മതിയെന്ന്. അപ്പം ഞാൻ പറയാണ്, നിങ്ങൾ CPM മലപ്പുറത്ത് സ്ഥാനാർത്ഥിയാക്കുന്ന ആളുകളുടെ പട്ടിക എന്നെടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്ക്.
MK സക്കീർ പൊന്നാനിയിൽ, പി മുഹമ്മദ് ഹനീഫ് പെരിന്തൽമണ്ണയിൽ, MP അലവി മങ്കടയിൽ, വി അബ്ദുറഹ്മാൻ സ്വതന്ത്രനാണ് താനൂരിൽ, KT ജലീൽ സ്വതന്ത്രനാണ് തവനൂരിൽ, U ഷറഫലി സ്വതന്ത്രനാണ് നിലമ്പൂരിൽ, മുഹമ്മദ് സബാഹ് സ്വതന്ത്രനാണ് വേങ്ങരയിൽ. ഇതിൽ വണ്ടൂരിൽ മാത്രം പേരിനൊരാൾ ഡോക്ടർ KK ദാമോദരൻ മാസ്റ്റർ, വണ്ടൂരിൽ ഈ പറയുന്ന ഗംഗാധരൻ മാസ്റ്റർ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ സജി ചെറിയാൻ പറഞ്ഞ മലപ്പുറത്ത് നിന്ന് വിജയിച്ച് വരുന്നവരും മത്സരിക്കുന്നവരുടെയും ഒക്കെ പേരെടുത്ത് നോക്കാനാണ് പറഞ്ഞത്. ആ പേരെടുത്ത് നോക്കിയാൽ മനസ്സിലാകും അവർ മുസ്ലിം തീവ്രവാദികളാണെന്നാണ് പറയുന്നത്, അല്ലേ? ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ പെരട്ടകൾക്കൊന്നും നട്ടല് എന്ന് പറയുന്നതില്ലേ? സക്കീർ പേര് നോക്കുകയാണ് നമ്മൾ, സക്കീർ. ഈമാൻ നോക്കുന്നില്ല കേട്ടോ, ഈമാൻ നമ്മൾ നോക്കൂല. ഈമാൻ നോക്കുന്ന ആൾ മുകളിലുണ്ട്. പേര് നമുക്ക് നോക്കാം, സക്കീർ. പേരെന്താണെങ്കിലും സക്കീർ തന്നെയാ, കണാരനല്ല. മുഹമ്മദ് ഹനീഫ്, എന്താ പേരൊക്കെ നിങ്ങൾ ഭയങ്കര പേരാ. മുഹമ്മദ് ഹനീഫ്, അലവി, അബ്ദുറഹ്മാൻ, അരെ വാ, എന്താ പേര്. KT ജലീൽ, U ഷറഫലി, മുഹമ്മദ് സബാഹ്, യാ അല്ലാ യാ അല്ലാ യാ അല്ലാ, എന്തൊരു പേരുകളാ. നട്ടലില്ലാത്ത കുറെ പിണ്ടന്മാർ, അല്ലേ? സജി ചെറിയാൻ പറഞ്ഞ അതേ ആളുകളല്ലേ വണ്ടൂരിൽ. പിന്നെ ഡോക്ടർ KK ദാമോദരൻ മാസ്റ്ററെ മത്സരിപ്പിക്കാൻ കാരണം എന്താ? വണ്ടൂരിൽ ഹനീഫിനും സബാഹിനും അബ്ദുറഹ്മാനും KT ജലീലിനും ഒന്നും വണ്ടൂരിൽ പോയി മത്സരിക്കാൻ പറ്റില്ല. കാരണം എന്താ? സംവരണ മണ്ഡല, മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ദാമോദരൻ വേണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അബ്ദുറഹ്മാന് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടന്നു. അബ്ദുറഹ്മാൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ഇപ്പോഴും ഉണ്ടല്ലോ, കാലാവധി തീർന്നിട്ടില്ല, തുച്ഛമായ ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ പറയുന്നത് മന്ത്രി സ്ഥലത്തില്ല എന്നാണ് പറയുന്നത്. മന്ത്രിയുടെ സ്റ്റാഫ് മന്ത്രിയുടെ വീട്ടിലുണ്ട്, മന്ത്രിയുടെ ഔദ്യോഗിക വാഹനം അത് മന്ത്രിയുടെ വീട്ടിലുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ സ്റ്റാഫ് പറയുന്നത് മന്ത്രി സ്ഥലത്തില്ല എന്നാണ് പറയുന്നത്. ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, ഇന്നാ ഈ പൊളിറ്റിക്കൽ പിമ്പൊരുത്തനമുണ്ടല്ലോ, ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ സ്വന്തം കൂടെ കിടക്കുന്നവളെ പോലും ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ നീ പണിയിട്ട് പൊക്കോടാ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പിമ്പുണ്ടല്ലോ. ആ പിമ്പിനെ എന്തായാലും പട്ടാമ്പിയിൽ സീറ്റില്ല, ഷൊർണൂരിലില്ല, ഒറ്റപ്പാലത്തില്ല, പാലക്കാടില്ല, തൃത്താലയിലില്ല, എവിടെയുമില്ല. എന്നാൽ പിന്നെ ഈ താനൂരിൽ അബ്ദുറഹ്മാൻ എനിക്ക് വേണ്ട, എൻ്റെ തലയിൽ കെട്ടിവെക്കണ്ട, ഞാനില്ല, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഒഴിവാക്കിത്താ എന്ന് പറയുമ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് ഈ പൊളിറ്റിക്കൽ പിമ്പിനെ ഒന്ന് മത്സരിപ്പിച്ചുകൂടായിരുന്നോ? വല്ലാത്തൊരു ഗതികേട്, വല്ലാത്ത ജാതി തന്നെ, വല്ലാത്ത ജാതി, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വല്ലാത്ത ജാതി. ഒരുത്ത് മറുകണ്ടം ചാടി, അത് നിങ്ങളൊന്ന് ആലോചിക്കണം. വെറും ഒരു 1.5 വർഷം തികഞ്ഞ് കിട്ടില്ല. ആ 1.5 വർഷത്തേക്ക് മത്സരിക്കാനുള്ള അത്യാഗ്രഹം മൂത്തിട്ട് മറുകണ്ടം ചാടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ. എന്നിട്ട് സതീശനെയും ഷാഫിയെയും രാഹുലിനെയും എല്ലാവരെയും തെറി വിളിച്ചു. അവസാനം എന്തുണ്ടായി? 8 നിലയിൽ പൊട്ടി. ഇപ്പോൾ 5 വർഷക്കാലത്തേക്ക് MLA സ്ഥാനത്ത് തുടരാം. 5 വർഷം കഴിഞ്ഞാൽ തോറ്റാലും ജയിച്ചാലും ആജീവനാന്തം പെൻഷൻ വാങ്ങാം, 2.5 വർഷം പൂർത്തിയാക്കിയാൽ. പക്ഷേ എന്ത് ചെയ്യും? സീറ്റില്ലെന്നേ. മത്സരിക്കാൻ സീറ്റ് വേണ്ടേ? സീറ്റില്ല. എന്ത് ചെയ്യും? അപ്പോൾ അതാ ഞാൻ പറയുന്നത്, അബ്ദുറഹ്മാനൊന്നും ഒരു വിധത്തിലും ഒരു താല്പര്യവും ഇല്ല മത്സരിക്കണമെന്ന്. എന്നാൽ ഈ പൊളിറ്റിക്കൽ പിമ്പിനെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിച്ചൂടെ? പാലക്കാട് എന്തായാലും ഇവൻ മത്സരിക്കൂല. കാരണം പാലക്കാട് കിട്ടിയ അടിയുടെ ആഘാതം അത്രത്തോളമുണ്ട്. ആ പാലക്കാട് മത്സരിക്കാൻ ഇവരെന്തായാലും, ഞാൻ പാലക്കാട്ടേക്കില്ല എന്ന് ഇവൻ ആദ്യ നേതൃത്വത്തെ അറിയിച്ചു. പിന്നെ ആവശ്യപ്പെട്ടത് ഒറ്റപ്പാലവും ഷൊർണൂരൊക്കെ. പാർട്ടി പറഞ്ഞ് നീ എവിടെയും വേണ്ട, നീ ആവശ്യപ്പെടും വേണ്ട, നിന്നെ പരിഗണിക്കുന്നുമില്ല. ഞാൻ പറയുന്ന എല്ലടോ ചങ്ങായിമാരെ, ഒരു ഇച്ചിരിയെങ്കിലും സ്നേഹം ആ ചെറുക്കനോടൊന്ന് കാണിച്ചൂടെ? അവനെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റൂല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. എന്നാലും മറുകണ്ഠം ചാടി വന്ന് ഇത്ര കാലം കോൺഗ്രസ്സുകാരെ കൂടെ നിന്നിട്ട് കോൺഗ്രസ്സുകാരെ സതീശനെ കാണുമ്പോൾ കടന്ന് കാല് നക്കായിരുന്നു, സാവിയെ കാണുമ്പോൾ മുട്ടിൽ നിന്നിട്ട് ഊമ്പി കൊടുക്കായിരുന്നു.
രാഹുലിനെ കാണുമ്പോൾ കുണ്ടി നക്കി കൊടുക്കരുന്ന്. ഇതൊക്കെ ചെയ്തിട്ടും അവസാനം സീറ്റ് കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ മറുകണ്ഠം ചാടിയിട്ട് ഇതേ രാഹുലിനെ, ഇതേ ഷാഫിയെ, ഇതേ സതീശനെ തെറി വിളിച്ചതല്ലേ. ഒരു താനൂരെങ്കിലും കൊടുത്തുകൂടെയിരുന്നോ? അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്താണെങ്കിലും സ്വതന്ത്രനെയാണ് മത്സരിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് മലപ്പുറത്ത് മത്സരിപ്പിക്കാൻ സി പി എമ്മിന് പാർട്ടി സ്ഥാനാർത്ഥികളില്ല. ആരാളുള്ളത്? കെ ടി ജലീലോ സ്വതന്ത്രനാണ്, അബ്ദുറഹ്മാനോ, ഷറഫ് അലിയോ, എല്ലാവരും സ്വതന്ത്രനാ. ഇപ്പോൾ മുഹമ്മദ് സബാഹ് വേങ്ങരയിൽ കഴിഞ്ഞ തവണ SDPIയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. 2021 SDPIയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. ഇത്തവണ CPMന്റെ സ്ഥാനാർത്ഥിയാണ്. കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെങ്കിലും സബാഹൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് വേങ്ങരയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, പണമെറിഞ്ഞിട്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ, തോറ്റത് മുതൽ ഇങ്ങോട്ട്. എന്നാ അബ്ദുറഹ്മാൻ പറയുന്നത് എനിക്ക് വേണ്ടടോ, എൻ്റെ തലയിൽ നിങ്ങൾ കെട്ടിയെ ഏൽപ്പിക്കേണ്ട, എനിക്ക് വേണ്ടാന്ന് അബ്ദുറഹ്മാൻ പറയുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ പിമ്പിനെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചുകൂടായിരുന്നോ നിങ്ങൾക്ക്? വല്ലാത്തൊരു ജാതി. എന്തൊക്കെ തെറി പറഞ്ഞടോ സതീശനെ, ഷാഫിയെ എന്തൊക്കെ തെറി പറഞ്ഞ്, രാഹുലിനെ എന്തൊക്കെ തെറി പറഞ്ഞ്. രാഹുലിനെ വീഴ്ത്താൻ വേണ്ടി എല്ലാ കളികളും കളിച്ചത് ഇവനല്ലേ. ഇവൻ AKG സെൻറ്ററിൽ ഇരുന്ന് കളിച്ചു, ദുബൈയിലിരുന്ന് കളിച്ചു അല്ലേ. ഭാര്യയുടെ ചില ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് ചില ആളുകളെ ദുബൈയിൽ നിന്ന് ഇറക്കി, ചില പിമ്പുകളെ അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ പണിയെടുത്ത ഇവനെ ഈ താനൂരിലെങ്കിലും ഒന്ന് സ്ഥാനാർത്ഥിയാക്കിക്കൂടോ അറ്റ്ലീസ്റ്റ്. നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയ ആൾ നിങ്ങളോട് സ്ഥാനാർത്ഥിയാക്കുന്നതിന് മുമ്പ് പറയുന്നു ഞാനില്ല മത്സരിക്കാൻ. ആക്കി കഴിഞ്ഞിട്ട് അയാൾ ഇറങ്ങുന്നില്ല പുറത്തേക്ക്. വല്ലാത്ത ജാതി.